What reaction can you give? Your heart goes out to all those families. And what I have been told is that the actual place of landslide, so far our teams have not been able to reach there because of heavy rain and because the river has changed its course. So your heart goes out to them, and you can only pray to God to help in this situation. Otherwise, what other reaction can be? Thank you. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിന്റെ വാക്കുകളാണ്. അദ്ദേഹവും ഈ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദേശീയ നേതാക്കൾ എല്ലാവരും കേരളത്തിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷാ NDRF ടീമിനെ പൂർണ്ണമായും സജ്ജീകരിച്ച് എല്ലാ സഹായങ്ങളും കേരളത്തിനൊരുക്കും. കേരളത്തിൻ്റെ ദുഃഖത്തിൽ അദ്ദേഹവും പങ്കുചേരുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം രാഷ്ട്രപതി അടക്കം ഇക്കാര്യത്തിൽ നേരത്തെ റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ വേഗത വരുത്താൻ വേണ്ടി എല്ലാ ഇടപെടലുണ്ടാകുമെന്ന ഉറപ്പുകൂടി രാഷ്ട്രപതിയും പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ദേശീയ നേതാക്കളും ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. എല്ലാവരും ദുഃഖം രേഖപ്പെടുത്തുകയാണ്. നേരത്തെ KC വേണുഗോപാൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പാർലമെന്റിലും ഈ വയനാട്ടിലെ ദുരന്തം ചർച്ചയാവും. അടിയന്തര പ്രമേയമായി സ്വാഭാവികമായും ഇത് ഉന്നയിക്കപ്പെടുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഉണ്ടാവും. ഇതിൽ ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇക്കാര്യത്തിൽ മറുപടി ഇന്ന് സഭയിൽ പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വയനാട് ദുരന്തത്തിൽ വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ ഒരു വലിയ ഇടപെടൽ ഉണ്ടാവുകയാണ്. സൈന്യത്തിൻ്റെ നീക്കമാണ് ഇന്നത്തെ ദിവസം ഇനി പ്രധാനപ്പെട്ടതായി മാറുന്നത്. സൈന്യം അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. നമുക്കവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരവധി വേണം. കാരണം അവിടെ ഗതാഗതം പൂർണ്ണമായി നിലച്ചതാണ്. താൽക്കാലിക പാലം നിർമ്മിക്കേണ്ടി വരും, റോഡുകൾ നിർമ്മിക്കേണ്ടി വരും. അങ്ങനെ കൂടുതൽ ശക്തമായ ഇടപെടൽ ആവശ്യമുള്ള മേഖലയാണത്. അവിടേക്ക് സൈന്യത്തിൻ്റെ സേവനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടി വേഗത ഉണ്ടാവണം. കുടുങ്ങിക്കിടക്കുന്നവരെ കൂടുതൽ പേരെ കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ ന്യൂസ് 8ൻ്റെ നമ്പറുകളിലേക്ക് അടക്കം വിളിച്ച് ആശങ്ക പങ്കുവയ്ക്കുന്ന നിരവധി പേരുണ്ട്. എസ്റ്റേറ്റ് ലയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. ഒപ്പം ഈ പ്ലാന്റേഷൻ്റെ മറ്റു മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. ഇവരെയൊക്കെ രക്ഷിക്കണം, അവരെയൊക്കെ കണ്ടെത്തണം. ഒപ്പം ഈ ദുരന്തത്തിൽ പൂർണ്ണമായും അഫക്റ്റ് ചെയ്തവരെ ആരൊക്കെ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത കൂടി വരേണ്ടതുണ്ട്. രാത്രിയിലാണ്, വെളുപ്പിനെ 2:30 ശേഷമാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. തുടർച്ചയായി പിന്നീട് 2 തവണ വീണ്ടും ഉരുൾപൊട്ടുന്നു. അങ്ങനെ രാത്രിയിൽ ഒലിച്ചു പോയവരാണ് ഇവർ.